NSDL IPO ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. IPO ഡീറ്റെയിൽസ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1 ഈ 3 ദിവസങ്ങളിലായിരിക്കും IPO ഓപ്പൺ ആയിരിക്കുക. ഓഗസ്റ്റ് 4 അലോട്ട്മെൻറ്റ് വരും. ഓഗസ്റ്റ് 6 ലിസ്റ്റിംഗ് ആണ്. കട്ട് ഓഫ് പ്രൈസ് 800 രൂപയാണ് ഒരു ഷെയറിന്. ഇതിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഒരു ലോട്ടിൽ 18 ഷെയർസാണ് ഉണ്ടാവുക. അതായത് 14,400 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലോട്ട് അപ്ലൈ ചെയ്യാം. NSDLൻ്റെ ബിസിനസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ എല്ലാവരുടെയും ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന 2 കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് CDSL ഒന്ന് NSDL. അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ്, അതിൻ്റെ മെയിൻ്റനൻസ്, ഷെയർസിൻ്റെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, പിന്നെ ഡിവിഡൻഡ്, ബോണസ് അതുപോലുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. NSDL പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി കമ്പനി കൂടി ഉണ്ടെങ്കിലും അതിൽ നിന്ന് വലിയ പ്രോഫിറ്റ്സ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. ഇനി ഈ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇതൊരു ഡുവോപോളിയാണ്. CDSL NSDL മാത്രമേ ഈ ഇൻഡസ്ട്രിയിലുള്ളൂ. ഇവരോട് മത്സരിക്കാൻ മൂന്നാമതൊരു കമ്പനി ഇല്ല. അപ്പോൾ ഇനി നമുക്ക് NSDLനെ കമ്പയർ ചെയ്യേണ്ടത് CDSL ആയിട്ട് മാത്രമാണ്. നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ NSDL ആണ് മുന്നിൽ വരിക. അതുപോലെ ഇപ്പോൾ NSDLന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 66%, CDSLന്റെ 34%. പക്ഷേ 2019 മുതൽ CDSLന്റെ മാർക്കറ്റ് ഷെയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 18% നിന്നാണ് CDSL ഇപ്പോൾ 34% ഗ്രോത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം NSDLന്റെ മാർക്കറ്റ് ഷെയർ 2019 നിന്ന് ഇങ്ങോട്ടേക്ക് കുറഞ്ഞു വരുവാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നത് CDSL ആണ്. ബാക്കിയുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് മാത്രമാണ് ഇപ്പോൾ NSDL യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഈ കാര്യത്തിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് NSDLന് ഒരു നെഗറ്റീവ് കാര്യം തന്നെയാണ്. ഇനി കമ്പനി ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും പറയാനില്ലാത്ത ഒരു ഫൈനാൻഷ്യൽസ് ആണ്. റവന്യൂ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും EPS ആണെങ്കിലും എല്ലാം ഇയർ ബൈ ഇയർ നല്ല ഗ്രോത്ത് ആണ് NSDL ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. NSDLന്റെ പ്രോഫിറ്റ് CAGR എന്ന് പറയുന്നത് 20.8% ആണ്. ഇത് വളരെ നല്ലൊരു പെർസെൻറ്റേജ് ആണ്. ഇനി വലിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒരു ആവറേജ് ഗെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്.